നമസ്കാരം. പെറുവിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ അന്യഗ്രഹ ജീവികളുടേതെന്ന് കരുതുന്ന മമ്മികൾ യാഥാർത്ഥ്യമാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഒരു സംഘം ഗവേഷകർ. അതേസമയം മറ്റൊരു വിഭാഗമാകട്ടെ ഇത് ശുദ്ധ തട്ടിപ്പാണ് എന്നും പഴയകാലത്തെ ഏതോ മൃഗങ്ങളുടെ അസ്ഥികൾ പശ വെച്ച് ഒട്ടിച്ച് ഏതാണ്ട് കളിപ്പാട്ടങ്ങൾ പോലെ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് ഇത് എന്നുമാണ് അവർ ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ ഒരു വലിയ വിഭാഗം ഗവേഷകരാകട്ടെ ഇത് ശരിക്കും അന്യഗ്രഹ ജീവികളുടെ മമ്മികൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്നാൽ വലിയൊരു ഭാഗം ഗവേഷകരാകട്ടെ ഇത് ശരിക്കും അന്യഗ്രഹ ജീവികളായ മമ്മികളുടേത് തന്നെയാണ് എന്നാണ് അവർ തറപ്പിച്ച് പറയുന്നത്. ഈ രണ്ട് മമ്മികളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മമ്മികൾ പെറുവിലൊരു മരുഭൂമിയിൽ നിന്ന് കണ്ടെടുത്തത്. രണ്ടും സ്ത്രീകളുടെ മമ്മികളാണ് എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. ഇതിന് അവർ ഓരോ പേരും നൽകിയിട്ടുണ്ടായിരുന്നു. മരിയ മോൺസെറാത്ത് എന്നീ രണ്ട് പേരുകളാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇവർ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഈ ഗവേഷകർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് വളരെ വ്യക്തമായ രീതിയിൽ തങ്ങൾ പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് ഇത് സംബന്ധിച്ച തെളിവ് ലഭിച്ചത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. 1200 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ജീവിച്ചിരുന്നു എന്നാണ് ഈ ഗവേഷകന്മാർ ഇപ്പോൾ വാദിക്കുന്നത്. മരണസമയത്ത് മരിയയ്ക്ക് 35-നും 45-നും ഇടയിൽ പ്രായമുണ്ടായിരുന്നു. മോൺസെറാത്തിന് 16-നും 25-നും പ്രായമുണ്ടായിരുന്നു എന്നാണ് കണക്ക്. മരിയയുടെ ശരീരത്തിലാകട്ടെ ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നതായും ഇടുപ്പിന് തകരാറ് സംഭവിച്ചിരുന്നതായിട്ടുമൊക്കെ തന്നെ പരിശോധനയിൽ അത് CT സ്കാനൊക്കെ നടത്തി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത്. ഏതെങ്കിലും ആക്രമണത്തിന് വിധേയമായിട്ടായിരിക്കാം ഇവർ കൊല്ലപ്പെട്ടത് എന്നും അവർ കരുതുന്നുണ്ട്. ഒരുപക്ഷെ അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പാറക്കെട്ടിന് മുകളിൽ നിന്ന് ഒരു പാറയിലേക്ക് വീണ് അങ്ങനെ അത്തരത്തിൽ പരുക്ക് പറ്റിയത് പിന്നീട് മരണത്തിലേക്ക് എത്തിച്ചു എന്നും അവർ കരുതുന്നുണ്ട്. എന്നാൽ മോൺസെറാത്ത് ആകട്ടെ ദീർഘകാലമായി അവർ വിവിധ രോഗങ്ങൾ കാരണം കിടപ്പിലായിരുന്ന ഒരാളാണ് എന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ രണ്ടുപേരുടെയും മമ്മികൾ വളരെ വിശദമായ പരിശോധനയ്ക്കാണ് ഇവർ വിധേയരാക്കിയിരിക്കുന്നത്. ഓരോ ഭാഗങ്ങളായി തന്നെ വിശദമായി പരിശോധിക്കുകയും ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു, ഇവർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടായിരുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെയാണ് ഇവർ വിലയിരുത്തിയിട്ടുള്ളത്. അതിന്മേലാണ് തങ്ങൾ ഇത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് എന്നാണ് ഇത് സംബന്ധിച്ച ഗവേഷകർ ഇപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നവർ തന്നെയാണ് എന്നും അക്കാര്യത്തിൽ 100% തങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുമാണ് ഇവരുടെ അവകാശവാദം. 5 അടി 6 ഇഞ്ച് ഉയരമുള്ള മരിയയുടെ CT സ്കാനുകളിൽ കടിയേറ്റ പാടുകൾ, ഒടിവുകൾ, ടിഷ്യൂവിൽ രക്തം കട്ടപിടിക്കൽ, ആന്തരികാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നിവ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടെ സമാനമായ 5 മാതൃകകൾ പഠിച്ചതായിട്ടാണ് ചില വിദഗ്ധർ അവകാശപ്പെട്ടിരുന്നത്. ഏതായാലും പെറുവിലെ മരുഭൂമിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മമ്മികൾ കണ്ടെത്തിയിരുന്നത്. ഇതിനെക്കുറിച്ച് അന്നു മുതൽ തന്നെ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആദ്യം ഒരു ഗവേഷക സംഘത്തെ നിയോഗിച്ചിരുന്നു. അവർ കണ്ടെത്തിയത് ഇതൊരു തട്ടിപ്പാണ്, ഇത് മമ്മിയല്ല, ഇത് ശരിക്കും ഏതോ മൃഗങ്ങളുടെ അസ്ഥികൾ ചേർത്ത് വെച്ച് ഒരു ബൊമ്മ പോലെ ഉണ്ടാക്കി ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് എന്നാണ്. പിന്നീടാണ് ഈ രണ്ടാം ഘട്ടം കുറേ കൂടി അതിവിദഗ്ധരായ ഒരു സംഘം രംഗത്തെത്തുകയും അവർ നടത്തിയ ഗവേഷണങ്ങളുടെയൊക്കെ തന്നെ ഫലമായി ഇത് ശരിക്കും ജീവിച്ചിരുന്നവർ തന്നെയാണ് എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. ഏതായാലും പെറുവിൽ വളരെ കാലമായി നിലനിന്നിരുന്ന ഒരു തർക്കമാണ് ഒരുപക്ഷെ ഇപ്പോൾ ഈ പുതിയ ഗവേഷകരുടെ വരവോടുകൂടി അവസാനിച്ചിരിക്കുന്നത്. ഇത് ജീവിച്ചിരുന്നവർ തന്നെയാണ് എന്നുള്ളതിന് ഇതിൽപ്പരം തെളിവുകൾ വേണ്ട എന്നാണ് ഈ രണ്ടാമത് ഗവേഷണത്തിനായി എത്തിയ വിദഗ്ധന്മാർ പറയുന്നവർ. പലരും വളരെ പ്രഗത്ഭമായ അക്കാഡമിക് പശ്ചാത്തലമുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവരൊക്കെ തന്നെ ജീവിച്ചിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നതായിരിക്കും നല്ലത്.